ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ദിയക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. ആ വീഡിയോ ആണ്, ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി ഞങ്ങൾ കണ്ട് പിന്നെ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചാൽ വാങ്ങിച്ച് തന്നവർക്കും സന്തോഷമാവെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഏതെടുക്കണം ആദ്യം? ഏതെടുക്കണ്? അപ്പൊ ഗായ്സ് ആദ്യം തന്നെ ഇതാ ഡ്രസ്സാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം കുറച്ച് മോഡേൺ ആണ്. ടോപ്പാണ്, ജീൻസിന്റെ ടോപ്പും ബനിയനും. ഇതിന്റെ അവസാനം ഇതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നല്ല ഒരു ബ്ലൂഷില് ജീൻസിന്റെ ഒരു നല്ല ഒരു കോമ്പിനേഷൻ. ഇത് ദിയക്ക് കിട്ടിയ ഡ്രസ്സാണ്. കൂടുതൽ ഡ്രസ്സാണ് കിട്ടിയത്. നോക്കട്ടെ, ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നത്. ഇനി അടുത്ത് നോക്കാം. പിന്നെ വന്ന അതാ ഒരു ഫ്രോക്ക് ടൈപ്പാണ്. നല്ല പാർട്ടി വെയർ ആണ്. ദിയ ഇത് ഇട്ട് നോക്കി. എന്നാലും ദിയ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇടൂലേ? ഇടുള്ള ഒരു പാർട്ടി വെയർ ആണ്. അധികം വർക്കില്ലെങ്കിലും പിള്ളേർക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ആണ്. പിന്നെ ഇതാ നല്ല വർക്ക് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. ഇട്ട് നോക്കി. അപ്പൊ നല്ലൊരു പാർട്ടി വെയർ ആണ്. നല്ല പീച്ച് കളറിൽ നല്ല വർക്കൊക്കെ ഉള്ള ഒരു പാർട്ടി വെയർ ആണ്. നല്ല മിനിക്കാവും, അത്രേ ഉള്ളൂ. ഇതാ ഇട്ട് നോക്കി. അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ എല്ലാ അവസാനം ഇതാ ഇട്ട് കാണിച്ചു തരും. ഇതാണ് ഒരു ഡ്രസ്സ്. നല്ല വർക്ക് വന്ന ഒരു ഡ്രസ്സാണ്. ഇവിടെയാണ് പൂ വരുന്നത്. അപ്പൊ നല്ല ഒരു ഡ്രസ്സാണ്. ഇതാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റൈലിഷ് ആയിട്ട്. പിന്നെ ഇതാണ് പൈനാപ്പിൾ മുറിച്ച പോലെ. ഇത് പീച്ച് നല്ല കളർ ഡ്രസ് കോമ്പിനേഷൻ ആണ്. ഇത് പിള്ളേർക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഒരു പാർട്ടി വെയർ. അച്ഛൻ്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്നെയാണ്. ദിയക്ക് അതറിയാം. ഇത് അച്ഛൻ വാങ്ങിച്ചു തന്നല്ലേ. അപ്പൊ ദിയക്ക് ഓണത്തിനിടാൻ വേണ്ടി ഇതാ ഡ്രസ്സായിട്ടുണ്ട്. മയിലുണ്ട്, മയിൽപ്പീലുണ്ട്. ദിയക്ക് ഇതാ നല്ല ലെങ്ത് ഉണ്ട്. ആക്ച്വലി പിള്ളേർക്ക് എടുക്കുമ്പോ അങ്ങനെയല്ലേ എടുക്കും, കുറച്ച് വലുതായിട്ട് എടുക്കുന്നത്. നല്ല കോട്ടനായിട്ടുള്ള ഓണക്കോടി ദിയക്ക് ഇതാ കിട്ടി. കസവ് പാവട കിട്ടി. ബ്ലൗസ് എന്ന് പറയണത് ഇതാണ്. നോക്ക് ദിയ, മയിൽപ്പീലി തന്നെയാണ്. വെച്ച് നോക്ക് നിങ്ങൾ. അതാ കുറച്ച് വലുതാണ്, പക്ഷെ ഓക്കെ, കൊച്ചു പിള്ളേർക്ക് വലുതാണ്. അതെ, അതാ അടുത്ത ഡ്രസ്സ് ഇതാണ്. ഓണത്തിനെ വരവേക്കാൻ ദിയക്ക് ഇതാ. അപ്പൊ ഇതാ ദിയക്ക് നല്ല ലെങ്ത് ഉണ്ട്, പക്ഷെ കൊള്ളാം, ഓക്കെ. ചെറുതിനെക്കാട്ടും വലുതാണല്ലോ നല്ലത്. അപ്പോൾ ഇതാ ഓക്കെയാണ്. ഇതാ അടുത്ത ബ്ലൗസ് പീസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നല്ലൊരു ടൈപ്പാണ്. അടുത്ത് ഇത് അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് പാവടയും ബ്ലൗസ്. ഇതാ ഇത് ഏകദേശം ശരിയാ, കറക്റ്റ് ആണ്. അത് പാവടയും ബ്ലൗസാണ്. ഇതാ ഓണത്തിന് ദിയക്ക് ഇനി ഡ്രസ്സ് വേണോ? ഡ്രസ്സ് ഇതാ ഇരിക്കല്ലേ, 2 പാവടയും ബ്ലൗസാണ് ഇതാ കിട്ടുക. അടുത്ത പാവടയും ബ്ലൗസ് ഇതാ. ഇത് കറക്റ്റ് ആണ്. അത് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. നല്ല പാവടയും ബ്ലൗസ്. അടുത്ത പാവടയും ബ്ലൗസും ആണ് കിട്ടിയത്. ബ്ലൗസ് വന്ന നല്ല വർക്ക് വന്ന ബ്ലൗസാണ്. ഇവിടെ ഓണം വന്നത് ആ പാവടയും ബ്ലൗസും കിട്ടി. ഓണത്തിന് പാവടയും ബ്ലൗസും ഇട്ട് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് കിട്ടിയത് ഇതാ വൈറ്റ് ഷർട്ടാണ്. വൈറ്റ് ഷർട്ട്, ടോപ്പും പാവാട. ഇതാ ഷർട്ടിലൊരു ഇന്നർ കവറിങ് വന്നിട്ടുണ്ട്. നല്ലൊരു മോഡേൺ ഡ്രസ്സാണ്. അതില് ഇതാ നല്ല പിള്ളേർക്ക് ഇടാൻ പറ്റിയ ഒരു മോഡേൺ ഡ്രസ്സാണ്. അതാ അകത്തൊരു ബ്ലാക്കിന്റെ ഒരു ഇന്നർ വരുന്നുണ്ട്. നല്ലൊരു ഇതാണ്. പിന്നെ പാവടയും ബ്ലൗസും ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പിള്ളേർക്ക് പിൻ ചെയ്ത് വെക്കാനുള്ള ഷർട്ടാണ്. അകത്തൊരു ബനിയന് വരുന്നുണ്ട്. പിന്നെ പാവാട വരുന്നുണ്ട്. ഇതാണ് കേക്കിട്ട്. ഇത് ആര് കൊണ്ടുവന്ന് അറിയാമോ? നൈനയുടെ ഗിഫ്റ്റ് ആണ് ഇത്. പിന്നെ അടുത്ത് കിട്ടിയത് ദിയക്ക് ടോയ് ആണ്. ടോയന്റെ ഒരു ഫ്രണ്ട് കൊടുത്ത ടോയ് ആണ്. ഇതാ നല്ല കളർഫുൾ ആയിട്ടൊരു ടോയ് ആണ്. പിന്നെ കളർ പെൻസിൽ എവിടെ ദിയ? അത് പെൻസിലൊക്കെ ദിയ പൊളിച്ചെടുത്ത്. കളർ പെൻസിലുണ്ട്. ഇതിൽ തന്നെയാണ് വര. വേറെ എന്തോന്ന് കളർ പെൻസിൽ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് വെച്ചാൽ ദിയ അന്ന് ബർത്ത്ഡേക്ക് ഹൈലൈറ്റ് ചെയ്തിരുന്ന പാർട്ടി. ഇത് ദിയക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്റെ വല്യമ്മയുടെ വകയായിട്ട് ബൊട്ടീക്ക് വഴി ചെയ്തതാണ്. പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നെറ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു മോഡല് ചെയ്ത് കിട്ടിയതാണ്. നല്ലിട്ടുള്ള ഒരു മോഡലാണ്.
ഇതാണ് നെക്ക് പോർഷനിൽ ഇങ്ങനെ ജുവൽ നെക്കായിട്ട് ഇങ്ങനെ വന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചെയ്തത് വളരെ ഇതായിട്ട് നിന്ന്. എന്താണ് ഇതെല്ലാരും കണ്ടതാണ്, ബർത്ത്ഡേ വീഡിയോ കണ്ടവർക്കറിയാം. ഇതെല്ലാം ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പച്ച സ്ലീവ്സ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇതിയൊക്കെ ഇഷ്ടപ്പെട്ട? പറ. പിന്നെ ബ്ലൂ ഗ്രീനും ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പൂവിന്റെ ബാക്കിൽ മാല സിൽവർ ബോർഡർ കൊടുക്കണം എന്നാണ് ദിയ പറഞ്ഞത്. പിന്നെ സീക്വൻസ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇത് വല്യമ്മയുടെ വകയായിട്ട് അവരുടെ ഗിഫ്റ്റ് ആണിത്. സ്റ്റോൺ വർക്ക് കളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങള് ദിയക്ക് കൊടുത്ത ഒരു വണ്ടിയാണ്. ദിയക്ക് ചെറുതിലേ ഉണ്ടായിരുന്നു, പിന്നെ ഈ വണ്ടിയില്ല. ഇത് കുറച്ച് കാല് ബാലൻസ് ചെയ്തൊക്കെ ഓട്ടിച്ച് ഒക്കെ പഠിക്കാൻ പറ്റി. കാൽ ബാലൻസിങ് കോൺസെൻട്രേഷൻ ഒക്കെ വേണ്ടി ഒക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇത് ലൈറ്റ് ഒക്കെ കത്തും. അതെ, ലൈറ്റ് ഒക്കെ ഉള്ള ഇതിന്റെ പേരെന്താന്ന് അമ്മൂന് കളിക്കാൻ ഫ്രണ്ടായി. ഇതിന്റെ പേരെന്തോന്ന്? ഇതിന്റെ പേരെന്തോന്ന്? ഇതിന്റെ പേര് ഇപ്പൊ പേരിടൽ ചടങ്ങാണ് ഗൈസ്. പറ. ഇതിന്റെ പേര് ചിന്നൂന്നാണ്. ഇതാര് തന്ന ബൊമ്മ? എന്റെ അച്ഛമ്മ. അപ്പൊ ഗൈസ് ഇത് ഇങ്ങനെയൊക്കെ കാണാം. അമ്മൂന്റെ 2 കൈ പോയി ഗൈസ്. അമ്മൂന്റെ 2 കൈയും പോയി. അന്ന് വാങ്ങിയത് ഒരു കൈ പോയി. ബെസ്റ്റ്. കണ്ട ഗൈസ്, ഇത് കുറച്ചുകൂടാകുമ്പോ ഇതിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ കൈ എവിടെ പോയി? അപ്പൊ ഗൈസ് ഈ അമ്മു എന്ന് പറയുന്ന ഈ ബൊമ്മയൊക്കെ അന്നേ അതിന്റെ ചെരുപ്പൊക്കെ തെറിച്ചു പോയി. കണ്ടു? അടുത്ത കൈ തൊലക്കുന്നത് എവളിങ്ങനെ തന്നെ. ഇവിടെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി